നമസ്കാരം. നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക രംഗത്തും കറൻസി വിപണിയിലും വരാൻ പോകുന്ന പ്രവാസി മലയാളികളടക്കമുള്ള എല്ലാ ഇന്ത്യൻ ജനങ്ങളും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട അതിപ്രധാനമായ ഒരു വലിയ മാറ്റത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമ്മൾ നിത്യജീവിതത്തിൽ സാധനങ്ങൾ വാങ്ങാനും കൊടുക്കൽ വാങ്ങലുകൾക്കുമായി സ്ഥിരമായി ഉപയോഗിക്കുന്ന പേപ്പർ കറൻസി നോട്ടുകൾക്ക് പകരം പ്ലാസ്റ്റിക് അഥവാ പോളിമർ നോട്ടുകൾ ഇന്ത്യൻ വിപണിയിലിറക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വളരെ ഗൌരവകരമായ ആലോചനകൾ നടത്തുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്ലാസ്റ്റിക് കറൻസി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ATM കാർഡുകളോ ക്രെഡിറ്റ് കാർഡുകളോ പോലെ കട്ടിയുള്ള എന്തോ ഒന്നാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിലവിലുള്ള പേപ്പർ നോട്ടുകൾ പോലെ തന്നെ വളരെ നേർത്തതും എളുപ്പത്തിൽ മടക്കി പോക്കറ്റിൽ വയ്ക്കാൻ കഴിയുന്നതുമായ പ്രത്യേകതരം പോളിമർ സബ്സ്ട്രേറ്റ് ഉപയോഗിച്ചാണ് ഈ നോട്ടുകൾ നിർമ്മിക്കുന്നത്. ഇതിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ നമ്മുടെ വിപണിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൈമാറ്റം ചെയ്യുന്നതും ഏറ്റവും വേഗത്തിൽ അഴുക്കാകുന്നതുമായ 10 രൂപയുടെയും 20 രൂപയുടെയും നോട്ടുകളായിരിക്കും പരീക്ഷണാടിസ്ഥാനത്തിൽ RBI ആദ്യം പുറത്തിറക്കുക. സത്യത്തിൽ ഈയൊരു പദ്ധതി ഇന്ത്യൻ വിപണിയിൽ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഉണ്ടായ ഒന്നല്ല എന്ന കാര്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഏകദേശം 10 വർഷങ്ങൾക്ക് മുൻപ് തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ പ്ലാസ്റ്റിക് നോട്ടുകൾ ഇന്ത്യയിൽ പരീക്ഷിക്കാൻ വൻതോതിൽ ഒരുക്കങ്ങൾ നടത്തിയിരുന്നതാണ്. എന്നാൽ ആ സമയത്തുണ്ടായ ചില സാങ്കേതിക തടസ്സങ്ങളും ATM മെഷീനുകളിൽ ഈ നോട്ടുകൾ ഉപയോഗിക്കുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളും കാരണം ഈ പദ്ധതി താൽക്കാലികമായി മാറ്റിവെക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം കറൻസി അച്ചടിയുടെ ഭീമമായ ചിലവ് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ റിസർവ് ബാങ്ക് ഈ പദ്ധതി വീണ്ടും പൊടിതട്ടിയെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ മാത്രം ഔദ്യോഗിക കണക്കുകൾ എടുത്തു പരിശോധിച്ചാൽ പുതിയ നോട്ടുകൾ അച്ചടിക്കുന്നതിനായി മാത്രം 6372 കോടിയിലധികം രൂപയാണ് RBIക്ക് ചിലവാക്കേണ്ടി വന്നത്. ഇതിനു പുറമെയാണ് വേഗത്തിൽ അഴുക്കാവുകയും കീറിപ്പോവുകയും ദ്രവിക്കുകയും ചെയ്യുന്ന കോടിക്കണക്കിന് രൂപയുടെ പഴയ നോട്ടുകൾ എല്ലാ വർഷവും വിപണിയിൽ നിന്ന് തിരികെ വിളിച്ച് നശിപ്പിച്ചു കളയേണ്ടിവരുന്നത്. പൊതുജനങ്ങൾക്കിടയിൽ നോട്ടുകൾ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഇത്തരം വലിയ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരമാണ് പുതിയ പ്ലാസ്റ്റിക് നോട്ടുകളിലൂടെ റിസർവ് ബാങ്ക് ലക്ഷ്യമിടുന്നത്. ഈ പുതിയ പ്ലാസ്റ്റിക് കറൻസി നോട്ടുകളുടെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഇവ ഒട്ടും കേടാകൂല എന്നുള്ളത് തന്നെയാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പേപ്പർ നോട്ടുകൾ അബദ്ധത്തിൽ വെള്ളത്തിൽ വീണാലോ കനത്ത മഴയത്ത് നനഞ്ഞുപോയാലോ അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റിലിരുന്ന് വിയർപ്പ് തട്ടിയാലോ വൻതോതിൽ കേടുപാടുകൾ സംഭവിക്കാറുണ്ട്. പലപ്പോഴും അഴുക്കുപുരണ്ട നോട്ടുകൾ വിപണിയിൽ ആരും വാങ്ങാതെ വരികയും നമ്മൾ ബുദ്ധിമുട്ടിലാകുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഈ പുതിയ പ്ലാസ്റ്റിക് നോട്ടുകൾക്ക് അങ്ങനെയൊരു പ്രശ്നമേ ഉണ്ടാകില്ല. ഇവ പൂർണ്ണമായും വാട്ടർപ്രൂഫ് ആയതുകൊണ്ട് വെള്ളത്തിൽ വീണാലോ ചെളിപുരണ്ട അഴുക്കായാലോ പോലും ഇവയ്ക്ക് ഒരു കോട്ടവും സംഭവിക്കില്ല. ചെളിപുരണ്ട നോട്ടുകൾ സാധാരണ വെള്ളത്തിൽ കഴുകി തുടച്ചെടുത്താൽ പോലും പുത്തൻ നോട്ട് പോലെ വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ മെച്ചം. കൂടാതെ പേപ്പർ നോട്ടുകൾ പോലെ ഇവ പെട്ടെന്ന് കൈവിട്ട് കീറിപ്പോകുകയോ ദ്രവിച്ചുപോകുകയോ ഇല്ല. പേപ്പർ നോട്ടുകളെ അപേക്ഷിച്ച് 4 മടങ്ങ് മുതൽ 5 മടങ്ങ് വരെ കൂടുതൽ ആയുസ്സാണ് ഈ പുതിയ പ്ലാസ്റ്റിക് നോട്ടുകൾക്കുള്ളത് എന്ന് അന്താരാഷ്ട്ര പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ടുതന്നെ വർഷങ്ങളോളം ഒരു കേടുപാടും കൂടാതെ ഒട്ടും നശിച്ചുപോകാതെ ഈ നോട്ടുകൾ സിസ്റ്റത്തിൽ തന്നെ നിലനിൽക്കും. ആഗോള വിപണിയിലേക്ക് നോക്കുകയാണെങ്കിൽ ലോകത്തിൽ ആദ്യമായി ഇത്തരം പ്ലാസ്റ്റിക് നോട്ടുകൾ വിജയകരമായി വിപണിയിലിറക്കിയത് ഓസ്ട്രേലിയയാണ്. അവരെ പിന്തുടർന്ന് ഇന്ന് UK, കാനഡ, സിംഗപ്പൂർ, ന്യൂസിലാൻഡ് തുടങ്ങി ലോകത്തിലെ 60ഓളം രാജ്യങ്ങൾ നിലവിൽ വളരെ വിജയകരമായി പോളിമർ നോട്ടുകൾ ഉപയോഗിച്ചുവരുന്നുണ്ട്. ആ രാജ്യങ്ങളിലെല്ലാം തന്നെ കറൻസി മാനേജ്മെന്റ് ചിലവ് വൻതോതിൽ കുറയ്ക്കാൻ ഈ നോട്ടുകൾക്ക് സാധിച്ചിട്ടുണ്ട്. മുൻപ് 2012 കൊച്ചിയടക്കമുള്ള ഇന്ത്യയിലെ തിരഞ്ഞെടുക്കപ്പെട്ട 5 നഗരങ്ങളിൽ ഈ പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും തീരുമാനിച്ചിരുന്നു. കൊച്ചിയെ കൂടാതെ മൈസൂർ, ജയ്പൂർ, ഷിംല, ഭുവനേശ്വർ എന്നീ നഗരങ്ങളിലായിരുന്നു അന്ന് പരീക്ഷണത്തിന് വേദിയൊരുങ്ങിയത്. വ്യത്യസ്തമായ കാലാവസ്ഥകളിൽ ഈ നോട്ടുകൾക്ക് എന്തു മാറ്റമാണ് സംഭവിക്കുന്നത് എന്ന് പഠിക്കുകയായിരുന്നു അന്ന് ലക്ഷ്യം വെച്ചിരുന്നത്. എന്നാൽ അക്കാലത്ത് ATM മെഷീനുകൾക്ക് ഇത്തരം പ്ലാസ്റ്റിക് നോട്ടുകൾ കൃത്യമായി തിരിച്ചറിയാനും എണ്ണാനുമുള്ള സാങ്കേതികവിദ്യ ഇന്ത്യയിൽ ലഭ്യമായിരുന്നില്ല. എന്നാൽ ഇന്ന് കാലം മാറി നമ്മുടെ ബാങ്കിംഗ് സംവിധാനങ്ങളും ATM മെഷീനുകളും അത്യാധുനിക സാങ്കേതികവിദ്യയിലേക്ക് ഉയർന്ന സാഹചര്യത്തിലാണ് RBI ഈ പദ്ധതിയുമായി ശക്തമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് നോട്ടുകൾ വിപണിയിൽ വരുന്നതുകൊണ്ട് സർക്കാരിനും റിസർവ് ബാങ്കിനും മാത്രമല്ല സാധാരണക്കാരായ ജനങ്ങൾക്കും കച്ചവടക്കാർക്കും ഒരുപോലെ വലിയ നേട്ടങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. നമ്മൾ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും മറ്റും ബാക്കി വാങ്ങുന്ന നോട്ടുകൾ കീറിയതാണോ ഒട്ടിയതാണോ എന്ന് നോക്കി വാങ്ങേണ്ടിവരുന്ന അവസ്ഥ ഇനി ഉണ്ടാകില്ല. കൂടാതെ രാജ്യത്തെ ഏറ്റവും വലിയ വിപത്തായ കള്ളനോട്ട് മാഫിയയെ പൂർണ്ണമായും തുടച്ചുനീക്കാൻ ഈ പുതിയ നോട്ടുകൾക്ക് സാധിക്കും. കള്ളനോട്ടുകൾ നിർമ്മിക്കുന്നത് തടയാൻ സഹായിക്കുന്ന അത്യാധുനിക സുരക്ഷാ ഫീച്ചറുകളും വിൻഡോകളും ഒപ്റ്റിക്കൽ ഫീച്ചറുകളും ഈ പോളിമർ നോട്ടുകളിൽ വളരെ എളുപ്പത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. പേപ്പർ നോട്ടുകളിൽ കള്ളനോട്ടുകൾ അടിക്കുന്നതുപോലെ അത്ര എളുപ്പത്തിൽ പ്ലാസ്റ്റിക് നോട്ടുകളുടെ വ്യാജം നിർമ്മിക്കാൻ കള്ളനോട്ട് മാഫിയകൾക്ക് സാധിക്കില്ല. ഇത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സമ്പദ്വ്യവസ്ഥയുടെ സുസ്ഥിരതയ്ക്കും വലിയ രീതിയിൽ ഗുണം ചെയ്യും. ഇനി പരിസ്ഥിതിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സാധാരണ പേപ്പർ നോട്ടുകൾ ഉണ്ടാക്കാൻ വൻതോതിൽ മരങ്ങളും രാസവസ്തുക്കളും ആവശ്യമായി വരാറുണ്ട്. എന്നാൽ പ്ലാസ്റ്റിക് നോട്ടുകൾ വർഷങ്ങളോളം കേടുകൂടാതെ ഇരിക്കുമെന്നതിനാലും കാലാവധി കഴിഞ്ഞ നോട്ടുകൾ റീസൈക്കിൾ ചെയ്ത് മറ്റ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ സാധിക്കുമെന്നതിനാലും ഇത് പരിസ്ഥിതിക്കും വലിയ ദോഷം വരുത്തില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തീർച്ചയായും വിപണിയിലുള്ള എല്ലാ പേപ്പർ നോട്ടുകളും പെട്ടെന്ന് ഒറ്റയടിക്ക് നിരോധിച്ചുകൊണ്ടോ പിൻവലിച്ചുകൊണ്ടോ ആയിരിക്കില്ല ഈ മാറ്റം നടപ്പിലാക്കുക.
ആദ്യഘട്ടത്തിൽ പുറത്തിറക്കുന്ന 10-20 രൂപ നോട്ടുകളുടെ പൈലറ്റ് പ്രൊജക്ട് പൂർണ്ണമായും വിജയകരമാണെന്ന് കണ്ടതിനു ശേഷം മാത്രമേ വലിയ മൂല്യമുള്ള 100, 200, 500 രൂപ നോട്ടുകൾ പ്ലാസ്റ്റിക്കിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് RBI ആലോചിക്കുകയുള്ളൂ. അതുകൊണ്ടുതന്നെ പൊതുജനങ്ങൾ ഇതിനെക്കുറിച്ചോർത്ത് യാതൊരുവിധത്തിലും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. നിലവിലുള്ള പേപ്പർ നോട്ടുകൾക്കൊപ്പം തന്നെയായിരിക്കും ഈ പുതിയ നോട്ടുകളും വിപണിയിൽ തുടക്കത്തിൽ വിതരണം ചെയ്യുക. സാവധാനം പഴയ നോട്ടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ അവയ്ക്ക് പകരമായി പുതിയ പ്ലാസ്റ്റിക് നോട്ടുകൾ ബാങ്കുകൾ വഴി വിപണിയിലേക്കെത്തിക്കുന്ന രീതിയായിരിക്കും റിസർവ് ബാങ്ക് സ്വീകരിക്കുക. നമ്മുടെ രാജ്യത്തെ കറൻസി വിപണി കൂടുതൽ ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഭൗതിക കറൻസി ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും വലിയ സുരക്ഷയും ഈടുനിൽപ്പും നൽകുന്ന ഒന്നായിരിക്കും ഈ പ്ലാസ്റ്റിക് നോട്ടുകൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ നിത്യജീവിതത്തെയും സാമ്പത്തിക ഇടപാടുകളെയും വലിയ രീതിയിൽ സ്വാധീനിക്കാൻ പോകുന്ന ഈ പുതിയ പ്ലാസ്റ്റിക് കറൻസി മാറ്റത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഒട്ടും കേടാകാത്ത, വെള്ളം നനഞ്ഞാൽ പോലും നശിച്ചുപോകാത്ത ഇത്തരം നോട്ടുകൾ നമ്മുടെ നാട്ടിൽ വരുന്നത് നല്ലതാണോ അതോ പേപ്പർ നോട്ടുകൾ തന്നെയാണ് നല്ലത് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒട്ടും മടിക്കാതെ താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും പ്രവാസി ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. ഇതുപോലെയുള്ള വിശ്വസനീയവും ഉപകാരപ്രദവുമായ ഏറ്റവും പുതിയ വാർത്തകളും വിപണി വിശേഷങ്ങളും ഇൻഫർമേറ്റീവായ അറിവുകളും വേഗത്തിൽ ലഭിക്കുന്നതിനായി നമ്മുടെ ഫാസ്റ്റ് ക്ലിക്ക് യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്തുവെക്കാനും മറക്കരുത്. കൂടുതൽ നല്ലൊരു വീഡിയോയുമായി ഫാസ്റ്റ് ക്ലിക്കിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം.